ഇന്ന് അവഞ്ചേഴ്സ് യൂണിവേഴ്സിൻ്റെ അടുത്ത മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ക്യാപ്റ്റൻ മാർവൽ ഞാൻ കണ്ടു. ബേസിക്കലി ഇതിൽ രണ്ടാമത് കണ്ട മൂവിയായിരുന്നു ക്യാപ്റ്റൻ മാർവൽ. പക്ഷെ ഞാനിത് തെറ്റിച്ച് രണ്ടാമത് ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് അയൺമാൻ ആണ് കണ്ടത്. അയൺമാൻ ഫസ്റ്റ്, അതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് ക്യാപ്റ്റൻ മാർവൽ ഞാൻ മൂന്നാമത് കണ്ടു. പക്ഷേ എനിക്ക് ക്യാപ്റ്റൻ അമേരിക്ക ഓർമ്മയുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ക്യാപ്റ്റൻ മാർവൽ കണ്ടപ്പോഴും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷേ ക്യാപ്റ്റൻ മാർവലിൽ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ വീഡിയോയിൽ ചോദിക്കാൻ, നിങ്ങൾ അറിയാവുന്ന ആളുകൾ, മാർവൽ യൂണിവേഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന, അവഞ്ചേഴ്സിനെയൊക്കെ പറ്റി അറിയാവുന്ന ആളുകൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് കമൻറ്റ് ഇടുക. കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. സോ ക്യാപ്റ്റൻ മാർവൽ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സിനിമ ഇഷ്ടമാവാനുള്ളതല്ല, ഈ സിനിമയിലൊരു സ്പെഷ്യാലിറ്റി എല്ലാ സിനിമയും ഇഷ്ടപ്പെട്ടു മാർവലിൻ്റെ. എന്നാലും എനിക്കിത് സ്പെഷ്യലായിട്ട് തോന്നിയത് ഇതിൽ ഉള്ള സൂപ്പർ ഹീറോ ഫീമെയിലാണ്. സിനിമ തുടങ്ങുമ്പം കരോൾ എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. പക്ഷെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവരെ വിളിക്കുന്ന വേഴ്സ് എന്നാണ്. അപ്പോൾ ഇവർക്ക് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അപ്പോൾ ഇവർ വേറൊരു യൂണിവേഴ്സിലാണ് കേട്ടോ ഈ കഥ നടക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഥ നടക്കുന്ന എർത്തിലൊന്നുമല്ല, ഹാല എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനറ്റിലാണ്. അപ്പോൾ ഈ ഹാലയുടെ എന്തുവാ ക്യാപിറ്റലാണ് ക്രീ. അപ്പം ഈ സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഈ വേഴ്സിന് ഓർമ്മക്കുറവുള്ളതുകൊണ്ട് ഇവർ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണും, ഒരു ഓൾഡ് ലേഡീനെയൊക്കെ സ്വപ്നം കാണും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർ പെണ്ണായതുകൊണ്ട് ആണോ അതോ ഇവർക്ക് സൂപ്പർ പവർ കൂടുതലുള്ളത് കൊണ്ടാണ്? പെണ്ണായതിൻ്റെ പേരിൽ ഇമോഷൻസ് കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിൻ്റെ പവർ എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണമെന്ന് ഇവളുടെ ഒരു മെൻറ്റർ അവിടെ എപ്പോഴും ഉള്ളോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവളുടെ പവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഇവൾ കുറച്ച് ആൾക്കാരുമായിട്ടൊരു ബാറ്റിലിന് പോകും. ഈ ബാറ്റിലിന് പോകുന്ന ആളുകളുടെ പേര് സ്ക്രൾസ് എന്നാണ്. അപ്പം ഇവരെ കാണാൻ ഏകദേശം ലുട്ടാപ്പിയുടെ ചെവിയൊക്കെ ആയിട്ട് ഒരു പച്ച കളറിലാണ് ഇരിക്കുന്നത്. അതായത് പക്ഷേ ഗ്രീൻ കളറാണ്, ഒരു ഏലിയൻ സെറ്റപ്പിലാണ് ഇവരുടെ ഒരു അറ്റയർ. അപ്പോൾ ഇവർക്ക് എങ്ങനെ വേണേൽ രൂപം മാറാൻ പറ്റും. വേൾഡ്സ് എർത്തിലേക്ക് വരും. അപ്പോഴാണ് ഇവളുടെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയണേ. അതായത് ഇവള് നേരത്തെ ഒരു പൈലറ്റായിരുന്നു, എന്നുവെച്ചാൽ ഫൈറ്റർ പൈലറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവളുടെ കൂടെ ഒരു ക്യാപ്റ്റൻ മാർ വെൽ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ഈ ക്രീയുടെ എന്താ പറയുക, ക്രീഡ് അല്ല, ഹാലയുടെ ഹെഡ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം ഈ സ്ക്രൾസ് മറ്റേ ഈ വേഴ്സിനെ ട്രെയിൻ ചെയ്ത ആൾക്കാരുടെ അടുത്തുനിന്ന് സ്ക്രൾസ് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ രക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യാനുമാണ് ഈ മാർവെല്ല് വന്നിട്ടുള്ളത്. അപ്പം ഈ പുള്ളിക്കാരി ഒരു എയർക്രാഫ്റ്റ് ക്രാഷിൽ മരിക്കുകയാണ്. അപ്പം ഈ വേഴ്സ് ഇവരുടെ കൂടെ കരോൾ ഇവരുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കരോളിന് ഇവർ മരിക്കുമ്പം ഇവരൊരു സൂപ്പർ പവർ റിലീസ് ചെയ്യാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർവെൽ എന്ന് പറഞ്ഞ ഈ ലേഡിയുടെ കയ്യിൽ ടെസറാക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെസറാക്റ്റ്, അതാണ് എൻ്റെ ആദ്യത്തെ ഒരു സംശയം. അതായത് ഈ ക്യാപ്റ്റൻ അമേരിക്കയിലെ ടെസറാക്റ്റ് കിട്ടിയത് ഹോവാർഡ് സ്റ്റാർക്കിനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പുള്ളി ഏതോ വാട്ടർ സോഴ്സിൻ്റെ അടിയിൽ നിന്ന്, കടലിൽ നിന്നോ കായലിൽ നിന്നോ എന്തോ ടെസറാക്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ടെസറാക്റ്റ് എങ്ങനെയാണ് ഈ മാർവെല്ലിൻ്റെ അടുത്ത് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഇനിയുള്ള സ്റ്റോറീസിലാണോ വരാൻ പോകുന്നത്, അതോ അതിനിടയിൽ ഞാൻ കാണാതെ വിട്ടതോ ശ്രദ്ധിക്കാതെ വിട്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് വന്ന വലിയൊരു സംശയമാണിത്. അത് കഴിഞ്ഞിട്ട് ഈ ടെസറാക്റ്റ് ഉള്ളതുകൊണ്ട് ഇവരൊരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ അതിൽ മൊത്തം ടെസറാക്റ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഈ എനർജി മൊത്തം ഈ കരോളിന് കിട്ടുകയാണ്. അങ്ങനെ ഈ എനർജി ഉള്ള കരോളിനെ ഹാലയിലേക്ക് അവിടുത്തെ വില്ലന്മാർ കൊണ്ടുപോവാണ്. എന്നിട്ട് അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർ നല്ലവരാന്ന് കാണിച്ച്, സ്ക്രൾസ് കൊള്ളാത്ത ആൾക്കാരാന്ന് കാണിച്ച് ഇവളെ സ്ക്രൾസിനെതിരെ ബാറ്റിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് എർത്തിൽ വരുമ്പോഴാണ് സ്ക്രൾസ് നല്ലവരാന്നും ക്യാപ്റ്റൻ മില്ലർ എർത്തിൽ വരുമ്പോഴാണ് കരോൾ അല്ലെങ്കിൽ വേഴ്സ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ മാർവൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളാണെന്ന് ക്യാപ്റ്റൻ മാർവലിന് മനസ്സിലാണ്. അതായത് വില്ലന്മാർ ഇത്രയും നാൾ വില്ലന്മാരുടെ സൈഡിലായിരുന്നു എന്ന് ഇവള് റിയലൈസ് ചെയ്യുന്ന നേരത്തിൽ വന്ന് സ്ക്രൾസ് പറയുന്ന ലിസൺ ചെയ്താണ്. അത് കഴിഞ്ഞിട്ട് ഇവള് നേരെ ഇവരൊക്കെ ഈ ഹാല എന്ന് പറയുന്ന പ്ലാനറ്റൊക്കെ എർത്തിൽ നിന്നൊക്കെ പോയി, അത് വേറൊരു സെറ്റപ്പൊക്കെയാണ്. അതൊരു നല്ല അടിപൊളി സെറ്റപ്പാണ്, നമ്മൾ സ്വപ്നമൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഇവളുടെ എനർജി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇവളുടെ കഴുത്തിൽ എന്തോ ഒരു സാധനമുണ്ട്, മിന്നണ ഒരു സാധനം, അത് വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി ഇവള് ഭയങ്കര ടെസറാക്റ്റിൻ്റെ ഫുൾ എനർജി ഉള്ള ഒരാളാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന കരോൾ അല്ലെങ്കിൽ വേഴ്സ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ മാർവൽ. അപ്പം ഭയങ്കര എനർജിയാണ് ഇവക്ക്. അതായത് ഇവക്ക് എന്തും ചെയ്യാം, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഇവളെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാം, നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇവളുടെ എനർജി മൊത്തം ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു ഹാലയിലെ വില്ലന്മാർ. അത് കഴിഞ്ഞ് അവരെല്ലാവരും ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ടൈം വേരിയൻസ് അതോറിറ്റി, അതായത് ടി വിയിൽ നമ്മൾ കാണുന്ന, അതായത്
ക്യാപ്റ്റൻ അമേരിക്കൻ്റെ അവസാനം പറഞ്ഞു കൊടുക്കുന്ന ഈ ടി വിയിലുള്ള ആളിൽ മെയിനാണ് നിക്ക് ഫ്യൂറി എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ ഇയാളെയൊക്കെ കൊണ്ടാണ് ഇവളുടെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടാണ് ഈ കരോള് അല്ലെങ്കിൽ വേഴ്സ് ഇവിടെ പോണേ, അതായത് അടുത്ത യൂണിവേഴ്സിലെ ഹാലയിലേക്ക് പോണേ, ടെസറാക്ട് എടുത്ത് എല്ലാവരും ഡിസ്ട്രോയ് ചെയ്യാൻ. അപ്പോൾ ഈ ടി വിയിലെ ആളൊക്കെ എന്താ നടക്കണമെന്ന് കാണണ്ട. അപ്പോൾ ഇവരുടെ ഒരു പൂച്ചയുണ്ട്. അപ്പോൾ ഈ പൂച്ചയ്ക്ക് സൂപ്പർ പവർ ഉള്ളൊരു പൂച്ചയാണ്. അപ്പോൾ ഈ പൂച്ച ടെസറാക്ട് വിഴുങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഈ പൂച്ചേനെയും കൊണ്ട്, പൂച്ചയ്ക്ക് കുറച്ച് പവറൊക്കെ ഉണ്ട്, പൂച്ചയ്ക്ക് ഒക്ടോപ്പസിനെ പോലെയൊക്കെ ആവാൻ പറ്റി എനിമീസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ ടി വിയുടെ ഹെഡ് നിക്ക് ഫ്യൂറിയും മറ്റേ കരോളും ഫ്രണ്ടും പിന്നെ 2-3 ഇതിൻ്റെ മെയിൻ ഒരു സ്ക്രൾസിൽ മെയിൻ ഒരാളുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു വീട്ടിലൊക്കെ വില്ലന്മാരെയൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് വീട്ടിലൊക്കെ ഒന്നിച്ച് കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ കാണുന്ന ഈ സ്ക്രൾസിനെയും കൊണ്ട് ക്യാപ്റ്റൻ മാർവൽ ഈ കരോൾ അല്ലെങ്കിൽ വേഴ്സ് സ്പേസിലേക്ക്, അതായത് അടുത്ത യൂണിവേഴ്സിലേക്ക് ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണമെന്നാണ് കാണിക്കണത്. അങ്ങനെ ഒരു നല്ലൊരു പടമാണ് വെച്ചാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, ശ്രദ്ധ മാറില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ ക്യാപ്റ്റൻ മാർവലും. ഇതിനെപ്പറ്റി മിക്സ്ഡ് ഒപ്പീനിയൻ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്തുകൊണ്ടാണ് ഇത് മോശം സിനിമയായെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. കാരണം എനിക്ക് ഈ സിനിമ അങ്ങനെ മോശമായിട്ട് തോന്നിയിട്ടില്ല. ചില സിനിമ സൂപ്പർ ഹ്യൂമൻ സിനിമകളൊക്കെ മോശമാണെന്ന് കമൻസ് വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അടുത്തുള്ള മാഡം വെബ് അത്ര നല്ലതല്ലാത്തൊരു സൂപ്പർ ഹ്യൂമൻ സൂപ്പർ ഹീറോ സിനിമയായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ മാർവൽ ആ ഒരു നിലയിലുള്ളൊരു സിനിമയൊന്നുമല്ല, അത്യാവശ്യം അടിപൊളി എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ട 3 സിനിമകളിലും ഈ മാർവൽ കോമിക്സിൻ്റെ റൈറ്റർ സ്റ്റാൻലി അപ്പൂപ്പനുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഈ സിനിമയിൽ പുള്ളി ഒരു ട്രെയിനിലിരിക്കുന്ന സീനിലാണ് ഉള്ളത്. അപ്പോൾ പുള്ളിക്കും ഒരു എന്താ പറയുക, ഒരു ട്രിബ്യൂട്ട് മാർവൽ സിനിമകൾ കൊടുക്കുന്നുണ്ട്. ബാക്കി കാണുമ്പോൾ ബാക്കി ഉണ്ടോയെന്ന് അറിയാം. സോ അങ്ങനെയാണ് എൻ്റെ ക്യാപ്റ്റൻ മാർവൽ എക്സ്പീരിയൻസ്. ഈ ക്യാപ്റ്റൻ മാർവലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് അവെഞ്ചേഴ്സ് യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് റിക്രൂട്ട്. അതായത് ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ ഓർഡറിൽ പോവുകയാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് മുന്നേ ടി വിയൊക്കെ സൂപ്പർ ഹീറോയാണെന്ന് മനസ്സിലായത് ക്യാപ്റ്റൻ മാർവലിനെയാണ്. അപ്പം ഈ നെഗറ്റീവ് എന്നുവെച്ചാൽ ഈ വില്ലന്മാരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ടി വിയൊക്കെ കുറേ ഹീറോസിനെ വേണം. അങ്ങനെയാണ് പിന്നെ ഹീറോസിനെ സെലക്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ മാർവൽ കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക വരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അയൺമാൻ വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ അടുത്തത് മനസ്സിലാവും. സോ അതാണ് എനിക്ക് ക്യാപ്റ്റൻ മാർവലിനെ പറ്റിയുള്ള ഒപ്പീനിയൻ. നമുക്ക് മേക്കിങ്ങിനെ പറ്റിയൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ മേക്കിങ്ങിനെ പറ്റിയൊക്കെ നമ്മളെന്ത് പറയാനാണ്, കാരണം അത്രയും അടിപൊളി മേക്കിംഗ് ആണ്, മോശമായതുകൊണ്ടല്ല. എന്തായാലും അടിപൊളിയായിരുന്നു ക്യാപ്റ്റൻ മാർവൽ. അടുത്തത് കാണാൻ വേണ്ടി ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ടെസറാക്ട് മാർവലിലെ ലാബോറട്ടറിയിൽ എത്തിയതെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കത് മനസ്സിലായിട്ടില്ല, ഞാനത് നോക്കാൻ പോണില്ല. കാരണം ഇനി അടുത്തതിൽ എന്തെങ്കിലും സ്പോയിലർ ഉണ്ടെങ്കിൽ വെറുതെ അത് കളയണ്ടല്ലോ. അതുകൊണ്ട് അടുത്തതിൽ അത് വരുന്നുണ്ടെങ്കിൽ അടുത്തതിൽ അത് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇതെങ്ങനെ എത്തിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കണ്ടവർ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.